ഹലോ വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി ലോഞ്ച്. അപ്പോൾ നമ്മൾ ഇന്നൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വന്നിട്ട് ഒരു മോണോക്രോമാറ്റിക് മേക്കപ്പ് ലുക്കാണ് കേട്ടോ. സോ ആദ്യം ബ്ലാ പറയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നിക്സിൻ്റെ ലിപ്പ് ഓയിലാണ് എടുക്കുന്നത്. നല്ല കിടിലമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ലാക്മിയുടെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസർ നമ്മൾ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും മോയ്സ്ചറൈസ് ചെയ്യുക, അതൊരിക്കലും മിസ് ചെയ്യരുത്. ഓയിലി സ്കിന്നാണെങ്കിലും ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മിനിറ്റെങ്കിലും നമ്മൾ ഫേസിൽ ആ ഒരു പ്രൊഡക്റ്റ് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് അപ്പം തന്നെ നമ്മൾ അതിൻ്റെ മീതെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഫേസിൽ നന്നായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും എൻ്റെ ഫേസിൽ നല്ലൊരു ഗ്ലോ ഓട്ടോമാറ്റിക്കലി ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നൈക്കയുടെ സ്കിൻ ജീനിയസ് ഫൗണ്ടേഷനാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ പ്രൈമർ ഉണ്ടായിരുന്നു, ഞാൻ പ്രൈമറൊന്നും അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. ഫൗണ്ടേഷൻ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഡ്യൂയി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. സോ അതെൻ്റെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേസിൽ നല്ലൊരു ഗ്ലോ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുട്ടി സ്പഞ്ച് വെച്ചിട്ട് ഒന്നും കൂടെ എൻ്റെ ഫേസിൽ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. എവിടെയെങ്കിലും എക്സസ് ആയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ആവും നമ്മളിങ്ങനെ സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ. സോ അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ഫേസിൽ ഞാൻ സ്പഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്തു. അതിനുശേഷം വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു കൺസീലറാണ് നമ്മൾ കണ്ണിൽ അപ്ലൈ ചെയ്യുന്നത്. ആദ്യം ഹെവി ആയിട്ടൊന്നും കൺസീൽ ചെയ്യുന്നില്ല, ജസ്റ്റ് എൻ്റെ പാടുകളൊക്കെയുള്ള ഭാഗം മാത്രം ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മാത്രം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ നേരത്തെ എടുത്ത ആ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടല്ലോ, ആ സെയിം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിനി ട്രാൻസ്ലൂസൻറ്റ് പൗഡർ എടുക്കുകയാണ്. സ്റ്റേക്ക് വോക്കിയുടെ ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് എടുക്കുന്നത്. അത് നമ്മൾ കൺസീലർ എവിടെയാണോ അപ്ലൈ ചെയ്തത് അവിടെ മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു പൗഡർ വെച്ചിട്ട്. നമ്മളിങ്ങനെ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഫൈൻ ആയിട്ടുള്ള ലൈൻസിലൊക്കെ വന്നിരിക്കും, സെറ്റിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ബോറാണ്. നമ്മൾ ശരിക്കും മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആ ഒരു ഫൈൻ ലൈൻസിലൊക്കെ ഇങ്ങനെ പ്രൊഡക്റ്റ് ഇങ്ങനെ സെറ്റിലായി നിൽക്കുന്ന കാണാനായിട്ട് മഹാ അലമ്പായതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തും അതേപോലെ തന്നെ എൻ്റെ ഫേസിൻ്റെ ടീ സോണിലും കൂടെ ഞാൻ ഈ പൗഡർ വെച്ചിട്ടൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബ്രൗസ് ഫില്ല് ചെയ്യുകയാണ്. ബ്രൗസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ബ്രൗ കിറ്റാണ്. അപ്പോൾ എൻ്റെ ബ്രൗസിന് എവിടേക്കാണ് ഗ്യാപ്പുള്ള ആ ഒരു ഗ്യാപ്പുള്ള ഏരിയാസിൽ ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഈവനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ബ്രൗസ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ബ്രൗസ് നന്നായിട്ട് ഫില്ല് ചെയ്ത് നന്നായിട്ട് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയണ്ടാവും എൻ്റെ 2 ബ്രൗസിൻ്റെ ഡിഫറൻസ്. ഒരെണ്ണം എഴുതിയതും ഒരെണ്ണം എഴുതാത്തതുമാണ്. ആ ഒരു ഡിഫറൻസ് കണ്ടോ. ഇപ്പോൾ ഞാൻ 2 ബ്രൗസും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു സിംഗിൾ ഷെയ്ഡാണ് നമ്മൾ എടുക്കുന്നത്. ജസ്റ്റ് എൻ്റെ ഐലിഡിൽ നന്നായിട്ട് ആ ഒരു പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യുവാണ്. എന്നിട്ട് അതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ ആ ലിഡ് ഏരിയയിൽ നന്നായിട്ട് നമുക്ക് വേണ്ട എത്ര പിഗ്മെൻറ്റേഷനാണോ നമുക്ക് ആ ഐ ഷാഡോവിൻ്റെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ പാറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പിഗ്മെൻറ്റേഷൻ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ഏരിയ നമ്മുടെ ക്രീസ് ഏരിയയാണ്. അപ്പോൾ ആ ഒരു വേരിയേഷൻ, ആ ഒരു കളർ വേരിയേഷൻ വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നമ്മുടെ കണ്ണിൻ്റെ ലിഡിൽ ഒരു ഡാർക്ക് കളറും മുകളിലോട്ട് പോകും തോറും അതിൻ്റെ കളർ കുറഞ്ഞു വരുന്നത് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കണ്ണിൻ്റെ മുകളിൽ ഐ ഷാഡോ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലോവർ ലാഷ് ലൈനിലും കൂടെ നമ്മൾ സെയിം കളർ വെച്ചിട്ട് തന്നെ വളരെ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടും. നമ്മൾ മുകളിൽ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരെ മസ്കാര അപ്ലൈ ചെയ്യുവാണ്. ഒരു 2 to 3 coats ഓഫ് മസ്കാര ഞാൻ കൺപീലിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ലുക്കായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മളൊന്ന് കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് പേർപ്പിളിൻ്റെ കോണ്ടോർ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ആക്ച്വലി നേരത്തെ കോണ്ടോർ ചെയ്യേണ്ടതായിരുന്നു,
പക്ഷേ ഞാൻ വിട്ടുപോയി. സോ ഇപ്പോൾ ഞാൻ എൻ്റെ നോസ് നന്നായിട്ട് തന്നെ കോണ്ടോർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പാക്കിൻ്റെ സ്പഞ്ച് ഉണ്ടല്ലോ, ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞ് ബ്ലെൻഡർ വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ ഏരിയയൊക്കെ ബ്ലെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് കോണ്ടോർ ചെയ്യാനായിട്ടൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബ്യൂട്ടി ബ്ലെൻഡറാണ് ആക്ച്വലി ഇത്. ഞാനിന്ന് എൻ്റെ നോസും അതേപോലെ തന്നെ ചീക്ക് ബോൺസിൻ്റെ ഏരിയയിലും കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ആ ഫൗണ്ടേഷൻ മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരുമാതിരി ഫ്ലാറ്റായിപ്പോയി, ഒരു ഡെഫിനിഷൻ ഇല്ലാണ്ടാണ് നമ്മുടെ ഫേസ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കോണ്ടോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡെഫിനിഷനൊക്കെ കിട്ടും നമ്മുടെ ഫേസിൽ. സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചീക്ക് ബോൺസിൻ്റെ ഏരിയയിലും കൂടെ കോണ്ടോർ ചെയ്ത് കൊടുത്തു. ഫേസിൽ കോണ്ടോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിപ് ബാമാണ് എടുത്തേക്കുന്നത്. കാരണം നമ്മളിന്നൊരു മോണോക്രോമാറ്റിക് മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഐ ഷാഡോവും എൻ്റെ ബ്ലഷും അതേപോലെ തന്നെ എൻ്റെ ലിപ് സ്റ്റിക്കും ഒരേ ഒരു കളർ ടോണിൽ വരണം എന്നാണ്. സോ അതുകൊണ്ട് ഈ ഒരു ലിപ് ബാം എൻ്റെ ഐ ഷാഡോയ്ക്ക് നന്നായിട്ട് മാച്ചായി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്തത് ഈ ഒരു ലിപ് ബാം വെച്ചിട്ടാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷവും എനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺസീലർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ആ ഒരു സെയിം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ ഞാൻ എൻ്റെ ആ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്തതിൻ്റെ മീതെ കൂടെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു. അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ നോസിലും കൂടെ ചെയ്യുന്നുണ്ട്. കാരണം ജസ്റ്റ് ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് അങ്ങനെ നമ്മൾ നോസിലും കൂടെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഹൈലൈറ്ററാണ് എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹൈലൈറ്ററാണിത്. ആക്ച്വലി ഇന്നത്തെ ഒരു മേക്കപ്പിന് എനിക്കൊരു ഹൈലൈറ്ററിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാണ്ടാവും എൻ്റെ ചീക്ക് ബോൺസിൻ്റെ ആ ഒരു ഏരിയയൊക്കെ ഓൾറെഡി നന്നായിട്ട് ഗ്ലോ ചെയ്ത് നിൽപ്പുണ്ട്. കാരണം എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ് ആൻഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഡൂയി ഫിനിഷുള്ളൊരു ഫൗണ്ടേഷൻ കൂടിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഒരിത്തിരി കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഹൈലൈറ്ററും കൂടെ ആഡ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് എൻ്റെ ഹയസ്റ്റ് പോയിൻറ്റ്സിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു ഹൈലൈറ്ററൊന്നും ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഐ ഷാഡോക്ക് ഏകദേശം മാച്ച് ആയിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മളിന്നൊരു മോണോക്രോമാറ്റിക് മേക്കപ്പ് ലുക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഐ ഷാഡോവും നമ്മുടെ ചീക്കിൽ അപ്ലൈ ചെയ്ത ബ്ലഷും അതേപോലെ തന്നെ ലിപ് ഷെയ്ഡും ഓൾമോസ്റ്റ് ഒരു സിമിലർ കളർ ഫാമിലിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. ബൈ. Say what you wanna say to me now.